വളരെ കുറഞ്ഞ വിലയിൽ ഒരുവിധം എല്ലാ ഫീച്ചറുകളുമുള്ള ഒരു നല്ല സ്മാർട്ട് വാച്ച് നിങ്ങൾ നോക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങാവുന്ന ഒരു സ്മാർട്ട് വാച്ച് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ബോട്ട് എന്ന് പറയുന്ന ഫേമസ് കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന ലൂണാർ കണക്ട് എയ്സ് എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് വാച്ച്. ഇതാണ് ഈ പറയുന്ന പർട്ടിക്കുലർ സ്മാർട്ട് വാച്ച്. മികച്ച പ്രൈസിംഗിൽ നമുക്ക് അമോലെഡ് ഡിസ്പ്ലേ, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, അതുപോലെ കോൾ ഫംഗ്ഷൻ തുടങ്ങിയ നമുക്ക് വേണ്ടുന്ന ഒട്ടുമിക്ക എല്ലാ ഫീച്ചറുകളും നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്മാർട്ട് വാച്ചിന്റെ ഗുണം. മാത്രമല്ല കിടിലൻ ലുക്കും. എന്തായാലും ഈ ഒരു സ്മാർട്ട് വാച്ചിന്റെ വിശേഷങ്ങൾ നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു വാച്ച് വരുന്ന ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇതിന്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 100+ സ്പോർട്സ് മോഡുകളാണ് ഉള്ളതെന്ന് പറയുന്നു. ക്ലൗഡ് ആൻഡ് കസ്റ്റം വാച്ച് ഫേസുകൾ ഇതിനകത്ത് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഹാർട്ട് റേറ്റ് ഉണ്ട്, SpO2 മോണിറ്ററിംഗ് സംവിധാനം എന്ന് വേണ്ട ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് ഈ ഒരു സ്മാർട്ട് വാച്ച് അൺബോക്സ് ചെയ്ത് എന്താണ് ഈ ഒരു വാച്ചിന്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വാച്ച് ദേ ഇതുപോലൊരു ബോക്സിനകത്താണ് വരുന്നത്. വാച്ച് ദേ ഇരിക്കുന്നു. അതെടുക്കുന്നതിന് മുമ്പ് വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതിനകത്ത് ഇതിൻ്റെ ചാർജർ, മറ്റ് യൂസർ മാനുവൽ, ഡോക്യുമെൻറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളാണുള്ളത്. കുറേ സ്റ്റിക്കറുണ്ട്. അത് അടിപൊളി. ഇതുപോലെ യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഇൻഫർമേഷൻസ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നു. കൂടാതെ ഇതുപോലെ കുറേ സ്റ്റിക്കറുകൾ. ആദ്യമായിട്ടാണ് ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ബോക്സിൽ ഞാൻ ഒരു സ്റ്റിക്കർ കാണുന്നത്. അതുപോലെ ചാർജിങ്ങിന് വേണ്ടി ഇതുപോലുള്ളൊരു 2 പിൻ ടൈപ്പ് കേബിളാണ് ഇതിനോടൊപ്പം വരുന്നത്. ഇനി നമുക്ക് വാച്ചിലേക്ക് വരാം. ഇതാണ് സ്മാർട്ട് വാച്ച്. നോക്കി, ബോട്ട് സ്മാർട്ട് വാച്ചസ് എന്നൊരു സ്റ്റിക്കർ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്ട്രാപ്പിൻ്റെ കളർ ഒരു വെറൈറ്റി കളറാണ്. ആ ഒരു കളർ തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു കേസിനും കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, അതിൻ്റെ ബാക്ക് കളറും എല്ലാം ആ സെയിം സ്ട്രാപ്പിൻ്റെ കളർ തന്നെ കൊടുത്തിരിക്കുന്നു എന്നുള്ളതൊരു പ്രത്യേകതയാണ്. സാധാരണ നമുക്കറിയാം ഇതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കളർഫുൾ സ്ട്രാപ്പ് വന്നാലും ഇതിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് കളറിലായിരിക്കും സാധാരണ വരുന്നത്. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ പോലെ സ്ട്രാപ്പിൻ്റെ കളറിൽ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. മൊത്തത്തിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് എന്നുള്ളൊരു ഫീല് കയ്യിൽ പിടിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ ലൈറ്റ് വെയിറ്റ്. അതുപോലെ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ഈ സൈഡൊക്കെ ഒരു അല്പം കർവ്ഡ് ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ ഫീൽ ചെയ്യും. കണ്ട് ഇവിടെ ആയിട്ടൊരു ക്രൗൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സ്ട്രാപ്പ് എന്ന് പറയുന്നത് റീപ്ലേസബിൾ സ്ട്രാപ്പാണ്. കണ്ടില്ല, ഇവിടെ ഈ 2 ബക്കിൾസ് ഉണ്ട്. അത് മാറ്റി വേണമെങ്കിൽ നമുക്ക് വേറെ സ്ട്രാപ്പ് വേണമെങ്കിലും ഇടാം. പക്ഷേ ഇതിൻ്റെ സ്ട്രാപ്പിന് ഒരു കുഴപ്പമില്ല, നല്ല കളർഫുൾ സ്ട്രാപ്പാണ്. എനിക്ക് ബ്ലാക്കിനേക്കാളും കളർഫുൾ സ്ട്രാപ്പാണ് ഇഷ്ടം. അപ്പോൾ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയൊക്കെ നമ്മളിങ്ങനെ കൈകൊണ്ട് പിടിച്ചു നോക്കി കഴിഞ്ഞാൽ തരക്കേടില്ലാത്ത ഒരു സ്ട്രാപ്പിന് ഒരു ക്വാളിറ്റിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വിലക്കുറവാണ്. വാല്യൂ ഫോർ മണി എന്ന് തന്നെ എടുത്ത് പറയേണ്ടി വരും. ഈ ഒരു ബട്ടൺ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്യാം. ജസ്റ്റ് ഞാൻ പ്രസ് ചെയ്യപ്പെട്ടോ എന്ന് പോലും സംശയം ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്നാണ് അത് ഓൺ ആയത്. വലിയ ബലമൊന്നും കൊടുക്കേണ്ടി വന്നില്ല നമുക്കിതിനകത്ത്. അപ്പോൾ ഒരു QR കോഡ് ഇതുപോലെ തെളിയുന്നുണ്ട്. ആ QR കോഡ് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് റീഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കമ്പനിയൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ഈ ഒരു വാച്ച് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഉപയോഗിച്ചു. ഒരുപാട് ഉപയോഗിച്ചില്ല, ഒരു ദിവസം മാത്രമാണ് എനിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ തന്നെ ഞാൻ ഇംപ്രസ്ഡ് ആണ് ഈ ഒരു സ്മാർട്ട് വാച്ചിൽ എന്നുള്ള സത്യം തുറന്നു പറയട്ടെ. എസ്പെഷ്യലി എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ്. അതിമനോഹരമായിട്ടുള്ള AMOLED ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് വാച്ചിനെ മറ്റ് സ്മാർട്ട് വാച്ചിൽ നിന്നും ഈ പ്രൈസ് റേഞ്ചിൽ വ്യത്യസ്തമാക്കുന്നത്. മാത്രമല്ല നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമുക്ക് ലഭിക്കും. നമ്മൾ സ്ക്രീൻ ഇതുപോലെ ഓഫ് ചെയ്താലും അല്ലെങ്കിൽ സ്ക്രീൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയാൽ പോലും ഇതുപോലെ എപ്പോഴും നമുക്ക് ഒരു മങ്ങിയ രീതിയിൽ ഇതിനകത്ത് ഡേറ്റും ടൈമും കാണാം. അതുപോലെ എത്ര പെർസെൻറ്റേജ് ബാറ്ററി റിമെയിൻ ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ കൂടെ തന്നെ നമുക്ക് കാണാം എന്നുള്ളതും പ്രത്യേകതയാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ 1.43 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് നൽകിയിരിക്കുന്നത്. നമ്മളിവിടെ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് മറ്റ് വ്യത്യസ്തങ്ങളായിട്ടുള്ള വാച്ച് ഫേസുകൾ നമുക്ക് ഇതുപോലെ കൊണ്ടുവരാമെന്നുള്ളതാണ് പ്രത്യേകത. സാധാരണയൊക്കെ ലെഫ്റ്റ് ടു റൈറ്റ് സ്വൈപ്പാണ്, പക്ഷേ ഇവിടെ അപ്പ് ആൻഡ് ഡൗൺ സ്വൈപ്പാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും പ്രത്യേകതയാണ്. അതുപോലെ ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് ഇതിന്റെ ഡിഫോൾട്ട് ആയിട്ട് ഏകദേശം 1, 2, 3, 4 വാച്ച് ഫേസുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ കമ്പാനിയൻ ആപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റ് നിരവധി വാച്ച് ഫേസുകൾ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഈ ഒരു വാച്ചിന്റെ മറ്റൊരു പ്രത്യേകത. മാത്രമല്ല നമുക്ക് ഇവിടെ കസ്റ്റമൈസ് യുവർ വാച്ച് ഫേസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഗാലറിയിൽ നിന്ന് ഫോട്ടോകൾ ആഡ് ചെയ്യാനും അതുപോലെ നമുക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്ന ഫോട്ടോകളൊക്കെ ഇത്തരത്തിൽ ഈ ഒരു വാച്ചിന്റെ വാച്ച് ഫേസ് ആയിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും ഈ ഒരു വാച്ച് ഫേസിനകത്ത് ഓപ്ഷൻ ഉണ്ട്. അപ്ഡേറ്റ് ഓൺ വാച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അധികം താമസം ഇല്ലാതെ നമുക്ക് ഈ ഒരു വാച്ച് ഫേസുകൾ ഈ ഒരു വാച്ചിനകത്തേക്ക് അപ്ഡേറ്റ് ആകും. അതുപോലെ ഈ ഒരു വാച്ചിന്റെ ഫേസിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഫേസിന് ചുറ്റും ചെറിയ രീതിയിൽ ഒരു ബെസൽ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് സാധാരണ മിക്ക സ്മാർട്ട് വാച്ചിലും ഉള്ളതിനേക്കാൾ കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഇത്തരത്തിലുള്ള വെള്ള വാച്ച് ഫേസുകൾ ഉപയോഗിക്കുമ്പോഴാണ് ആ ബെസൽ കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ബ്ലാക്ക് കളറിലുള്ള ഇതുപോലുള്ള വാച്ച് ഫേസുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു ബെസൽ ഉണ്ടെന്ന് പോലും ഫീൽ ചെയ്യുകയില്ലെന്നും ഓർമ്മിപ്പിക്കട്ടെ. നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു വാച്ചിനകത്ത് ബോട്ട് നൽകിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇതിന്റെ ബ്രൈറ്റ്നസിലേക്ക് നോക്കുമ്പോൾ ഞാനിപ്പോൾ ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസിലാണ് വെച്ചിരിക്കുന്നത്. ഏകദേശം 700 നിറ്റ്സ് ബ്രൈറ്റ്നസ്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം,
ഇതിന്റെ ഈ ഒരു നാവിഗേഷന്റെ ഒരു സ്മൂത്ത്നെസ് ആണ്. സാധാരണ വില കുറഞ്ഞ സ്മാർട്ട് വാച്ചിലൊക്കെ ഇതുപോലുള്ള നാവിഗേഷനിൽ ചില ജെർക്കുകൾ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫ്ലോ ആണ്. അതുപോലെ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ടോഗിളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ബ്ലൂടൂത്ത് ഓൺ ഓഫ് ചെയ്യാനും കോൾ ഓപ്ഷൻ ഓൺ ഓഫ് ചെയ്യാനും ഒക്കെ ഉള്ള ടോഗിളുകൾ നമുക്ക് ഇവിടെ കാണാം. അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ തന്നെ ഉള്ള ഏകദേശം ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. നമുക്ക് ഇവിടെ ടൈം കാണാം, അതുപോലെ ഡേ ടു എല്ലാം കാണാം, ബാറ്ററി പെർസെന്റേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്ക്രീനിലേക്ക് പോയാലും വീണ്ടും അവിടെ ടോഗിളുകൾ കാണാം. അതുപോലെ നമുക്ക് ഇതിൽ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കാനുള്ള ടോഗിൾ, അതുപോലെ ഫൈൻഡ് ഫോൺ തുടങ്ങിയ ഓപ്ഷനുകളെല്ലാം നമുക്ക് ഇവിടെ ടോഗിൾ രൂപത്തിൽ ഈ ഒരു വാച്ചിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒരു ഇന്റർഫേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്ത് നിന്ന് വലത്തോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷനുകൾ ഇത്തരത്തിൽ കാണാൻ സാധിക്കുന്നത്. താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴാണ് ഇതുപോലെ ഓരോ മെനു സിസ്റ്റത്തിലേക്ക് പോവുക. ഇതൊരു വർക്കൗട്ട് സമ്മറിയാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് റേറ്റ് സെൻസർ, അതിന്റെ ഓപ്ഷൻസ് ആണ്. സ്ട്രെസ് മോണിറ്ററിംഗ് ഇവിടെ കാണാം. അതുപോലെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ലീപ്പ് ഡേറ്റ കാണാം. ഈ ഒരു സ്ലീപ്പ് ഡേറ്റ അത്രയും കൃത്യമല്ല എന്ന് പറയട്ടെ. ഞാൻ ഇത്രയൊന്നും ഉറങ്ങിയില്ല. 12:30ക്കാണ് ഉറങ്ങിയതെന്ന് പറയുന്നത് സത്യമാണ്. പക്ഷേ ഉണർന്നത് 11:30 മണിക്കല്ല രാവിലെ. അതിൽ നിന്ന് നേരത്തെ ഞാൻ ഉണർന്നു. എന്തുകൊണ്ടോ ഇതിനകത്ത് ഈ പറയുന്ന സ്ലീപ്പ് ഡേറ്റ കാണിക്കുന്നത് അത്രയും ശരിയായ രീതിയിലല്ല. അത് ഇത്തരം വില കുറഞ്ഞ സ്മാർട്ട് വാച്ചുകളൊക്കെ നൽകുന്ന അത്തരം ഡേറ്റാസ് എത്രത്തോളം ശരിയാണ് എന്ന് നമുക്ക് അവയെ വിശ്വസിക്കാൻ പറ്റില്ല. അതുപോലെ ഇതിനകത്ത് ഇവിടെ വെതർ ഇൻഫർമേഷൻ കിട്ടും. അതുപോലെ നമ്മൾ നമ്മുടെ ഫോണിനകത്ത് പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരുന്നാൽ അത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഈ ഒരു ഭാഗം ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ സ്ക്രീനിന്റെ വലത്ത് നിന്ന് ഇടത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ നേരത്തെ കണ്ട പല കാര്യങ്ങളും ഇവിടെ തന്നെ കാണാം. വർക്കൗട്ട്, റിക്കോർഡ്, ഹാർട്ട് റേറ്റ്, ഫോൺ, SpO2, ആക്ടിവിറ്റി, സ്ലീപ്പ് ഡേറ്റ, സ്ട്രെസ് മോണിറ്ററിംഗ്, ബ്രീത്ത്, വെതർ, കലണ്ടർ, മ്യൂസിക്, ഇങ്ങനെ നിരവധി ഓപ്ഷൻസ് ഇവിടെ തന്നെ കൊടുത്തിരിക്കുന്നു. ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ക്യാമറ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വയർലെസ്ലി നമുക്ക് ഫോട്ടോകൾ എടുക്കാൻ നമുക്ക് സാധിക്കും. ഇത് ഒരു ഷട്ടർ ബട്ടൺ എന്ന കണക്കിൽ ഫോൺ നമുക്ക് ദൂരെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫോട്ടോകൾ എടുക്കാനൊക്കെ ഈ ഒരു ഓപ്ഷൻ നമ്മെ സഹായിക്കും. വർക്കൗട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 100-ലധികം വ്യത്യസ്തങ്ങളായിട്ടുള്ള വർക്കൗട്ട് മോഡുകളാണ് ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ കാണുന്നതിനേക്കാൾ കൂടുതൽ വർക്കൗട്ട് മോഡുകൾ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ആഡ് വർക്കൗട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് കൂടുതൽ വർക്കൗട്ടുകൾ നമുക്ക് ഇത്തരത്തിൽ ആഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇതൊരു IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെയും നമ്മൾ വെള്ളത്തിൽ നീന്തുമ്പോഴോ അല്ലെങ്കിൽ നടക്കുമ്പോൾ മഴ നനഞ്ഞാലോ അല്ലെങ്കിൽ വിയർപ്പ് തുള്ളികൾ ഇതിലേക്ക് ഇറങ്ങിയാലോ ഒന്നും യാതൊരു പ്രശ്നവും വരികയില്ല. നമ്മുടെ ഫോണിലേക്ക് ആരെങ്കിലും വിളിച്ചാൽ നമുക്ക് കോൾ ഈ ഒരു വാച്ച് ഉപയോഗിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഇതിനകത്ത് ഫോൺ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡയൽ എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള നമ്പറുകൾ ഇതുപോലെ ഡയൽ ചെയ്തുകൊണ്ട് കോൾ ചെയ്യാനും ഈ ഒരു സ്മാർട്ട് വാച്ചിൽ സാധ്യമാണ്. 240 mAh ബാറ്ററി കപ്പാസിറ്റി നൽകിയിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് വാച്ചിന് 10 ദിവസത്തെ ബാറ്ററിയാണ് കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കഴിഞ്ഞ ഒരു ദിവസമാണ് എൻ്റെ കയ്യിലേക്ക് കിട്ടിയത്. ഞാൻ ഒരു ദിവസമാണ് ഈ ഒരു സ്മാർട്ട് വാച്ച് യൂസ് ചെയ്തത്. ബാറ്ററി 10 ദിവസം കിട്ടുമോ എന്ന് 10 ദിവസം ഉപയോഗിച്ച് നോക്കിയെങ്കിലേ പറയാൻ പറ്റൂ. ആൻഡ്രോയിഡ് ഫോണുകളോടൊപ്പം അതുപോലെ ആപ്പിൾ ഫോണുകളോടൊപ്പം നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് ഉപയോഗിക്കാം. ഇതിനകത്ത് ഈ കാണുന്ന ബോട്ട് ക്രസ്റ്റ് എന്ന് പറയുന്ന കമ്പാനിയൻ ആപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെ നമ്മുടെ ഫോണുമായിട്ട് പെയർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ആപ്പ് ഞാൻ പല സ്മാർട്ട് വാച്ചുകൾ ഉപയോഗിച്ചതിലും അവരുടെ കമ്പാനിയൻ ആപ്പുകളിൽ നിന്നെല്ലാം ബോട്ടിന്റെ ഈ ഒരു കമ്പാനിയൻ ആപ്പ് അടിപൊളിയാണെന്ന് പറയേണ്ടി വരും. കാണാൻ തന്നെ ഒരു പ്രത്യേക ലുക്കാണ് ഈ ഒരു ആപ്പിന്റെ ഇന്റർഫേസ്. അതുപോലെ ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണോ, കോൾ ഫീച്ചർ കണക്റ്റഡ് ആണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ഈ ഒരു വാച്ചിന്റെ ബാറ്ററി പെർസെന്റേജ് ഈ ഒരു ആപ്പിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. ടൈം, അതുപോലെ നമ്മുടെ ഫിറ്റ്നസ് ഓവർവ്യൂ, എത്ര സ്റ്റെപ്പ് നടന്നു തുടങ്ങിയ കാര്യങ്ങൾ ഈ ഒരു വാച്ചിൽ നിന്ന് കിട്ടുന്നു. എത്ര മണിക്കൂർ ഉറങ്ങി എന്നുള്ളത് ഇവിടെ കാണിക്കുന്നു. പക്ഷേ വാച്ചിനകത്ത് 10 മണിക്കൂർ 39 മിനിറ്റും ഉറങ്ങി എന്ന് കാണിക്കുമ്പോഴും ഇതിന്റെ ആപ്പിനകത്ത് 9 മണിക്കൂർ 48 മിനിറ്റ് ഉറങ്ങി എന്നാണ് കാണിക്കുന്നത്. അതും കറക്റ്റ് അല്ല. കാര്യം ഇതിനകത്ത് 11 മണിക്കാണ് ഉണർന്നതെന്ന് കാണിക്കുന്നത്. ഞാൻ 11 മണിയൊന്നും ഉറങ്ങിയില്ല. അങ്ങനെ എന്തായാലും സ്ലീപ്പ് ഡേറ്റയിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ട്. സ്ലീപ്പ് ഡേറ്റ എന്ന് മാത്രമല്ല, ബാക്കി ഇത് അക്യൂർ ചെയ്യുന്ന ഇത്തരം ഡേറ്റാസ് എത്രത്തോളം കറക്റ്റ് ആണെന്ന് എനിക്ക് ഒരു ഉറപ്പും ഞാൻ ഇതുപോലെ പറയുന്നില്ല. പിന്നീടുള്ളത് ഇവിടെ മൈ വാച്ച് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ വാച്ചിന്റെ സെറ്റിംഗ്സും വാച്ച് ഫീച്ചേഴ്സും ഒക്കെ നമുക്ക് ഇവിടെ കാണാം. എസ്പെഷ്യലി സെഡൻഡറി റിമൈൻഡർ ഉണ്ട്. നമ്മൾ ഒരുപാട് സമയം ഒരിടത്ത് അനങ്ങാതിരുന്നാൽ നമ്മളെ അത് ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള റിമൈൻഡർ, ബ്ലൂടൂത്ത് കോളിംഗ് ഫംഗ്ഷൻ, വെതർ സെറ്റിംഗ്സ്, അത്തരം സെറ്റിംഗ്സ് എല്ലാം ഈ ഒരു വാച്ചിന്റെ കമ്പാനിയൻ ആപ്പിനകത്ത് ഇതുപോലെ നൽകിയിട്ടുണ്ട്. ഇൻഡിഗോ ബ്ലൂ, മെറ്റാലിക് ബ്ലാക്ക്, ബീജ്, ലെതർ, പർപ്പിൾ എന്നീ വ്യത്യസ്തങ്ങളായിട്ടുള്ള മോഡലുകളാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് ലഭിക്കുന്നത്. നിങ്ങൾക്ക് മെറ്റൽ സ്ട്രാപ്പ് ഉള്ളത് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ലെതർ സ്ട്രാപ്പ് ഉള്ളത് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇതുപോലെ സിലിക്കൺ സ്ട്രാപ്പ് മതിയെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇതിനെല്ലാം സെയിം വിലയാണെന്നുള്ളതാണ് എന്നെ സത്യത്തിൽ ഞെട്ടിച്ചിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഇതിന്റെ പ്രൈസ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അത് കൂടുതൽ കൊണ്ടല്ല ഞെട്ടുന്നത്, കുറവ് കൊണ്ടാണ് ഞെട്ടുന്നത്. ഇത്രയും ഫീച്ചറുകൾ നൽകുന്ന ഒരു സ്മാർട്ട് വാച്ചിൽ എന്നുള്ളത് ഉറപ്പാണ്. 2499 രൂപയ്ക്കാണ് ഈ ഒരു സ്മാർട്ട് വാച്ച് ബോട്ട് വിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ അതിന്റെ പ്രൈസ് കേട്ടപ്പോൾ ഞാൻ ഞെട്ടി. കാരണം 2499 ഒരുപാട് കുറഞ്ഞ വില എന്ന അർത്ഥത്തിലല്ല ഞാൻ എന്നെ പറയുന്നത്. പക്ഷേ ആ വിലയ്ക്ക് ഇത്തരം ഫീച്ചറുകൾ ഈ ഒരു സ്മാർട്ട് വാച്ച് നൽകുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. നമ്മൾ അടുത്തിടെ മറ്റൊരു സ്മാർട്ട് വാച്ച് ഇതുപോലെ ബെസ്റ്റ് സ്മാർട്ട് വാച്ച് എന്ന നിലയിൽ നോക്കി കണ്ടിരുന്നു. അത് ഇതുപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്, അതുപോലെ കോൾ ഫീച്ചർ ഉണ്ട്, നല്ല ഡിസ്പ്ലേ, റൗണ്ട് ഡയലും ഒക്കെയാണ്. അതിന്റെ വില 5000 രൂപയായിരുന്നു. അപ്പോൾ ആ ഫീച്ചറുകളാണ് നമുക്കിവിടെ 2499 രൂപയ്ക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ഈ ഒരു സ്മാർട്ട് വാച്ചിനെ സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞെട്ടിച്ചതെന്ന് വേണം പറയാൻ. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഈ പ്രൈസ് റേഞ്ചിൽ റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു നല്ല സ്മാർട്ട് വാച്ച് തന്നെയാണ് ബോട്ടിന്റെ ലൂണാർ കണക്ട് ഏസ് എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ മോഡൽ.